നമസ്കാരം. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബിഡൻ പിൻവാങ്ങിയതിനു ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ വംശജയും അതുപോലെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിൻ്റെ പേര് ജോ ബിഡൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആദ്യം കമലാ ഹാരിസിൻ്റെ പേര് എൻഡോസ് ചെയ്യാൻ മടിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മിച്ചലി ഒബാമയും അതിനുശേഷം കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പിന്താങ്ങുകയായിരുന്നു. അങ്ങനെ 5 നവംബർ 24 അമേരിക്കയിൽ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപും അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസും മത്സരിക്കാൻ പോവുകയാണ്. ഈയിടെ ഡൊണാൾഡ് ട്രംപും അതുപോലെ ജോ ബിഡനും തമ്മിൽ നടന്ന ഫസ്റ്റ് US പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ചോദ്യശരങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ ജോ ബിഡൻ പകച്ചു നിൽക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം നടന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജോ ബിഡനേക്കാളും കൂടുതൽ വോട്ടുകൾ നേടിയെന്ന് മാത്രമല്ല, പലരും അഭിപ്രായപ്പെട്ടത് ജോ ബിഡൻ ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ അൺഫിറ്റ് ആണെന്നാണ്. ഒരു പൊതുമീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിയിൽ വെടിയേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി ഒരു സഹതാപ തരംഗം അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചിരിക്കുകയായിരുന്നു. 59 വയസ്സ് മാത്രം പ്രായമായ കമലാ ഹാരിസിൻ്റെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയസാധ്യത മങ്ങുന്നു എന്നാണ് അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനേക്കാളും ലീഡ് ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായാൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യയിലെ ജനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജോ ബിഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഇന്ത്യയുമായി അദ്ദേഹം നല്ല ബന്ധം പുലർത്തിയിരുന്നെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ജോ ബിഡൻ ഇന്ത്യയെ പലപ്പോഴും നയതന്ത്രമായി ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ സ്വതസിദ്ധമായ ബ്ലാക്ക്മെയിൽ നയതന്ത്ര രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ഗവൺമെൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.